ഈ ഒരു കുഴമ്പ് രൂപമുള്ള സാധനം എടുത്ത് നമ്മൾ നമ്മുടെ ഒരു തുടയിടുക്കിലേക്കോ അല്ലെങ്കിൽ കക്ഷത്തിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഈ ഒരു കക്ഷത്താണെങ്കിൽ നമ്മുടെ ഈ ഒരു കാലിൻ്റെ ഈ ഒരു ഇടഭാഗത്താണെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കറുപ്പ് കളർ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ പെൺകുട്ടികളൊക്കെ ഈ ഒരു സ്ലീവ്ലെസ് ഉൾപ്പെടുന്ന പെൺകുട്ടികൾ കൂടുതലും ചിലപ്പോൾ ഇത് ഇടാൻ പഠിക്കുന്നത് അവരുടെ കക്ഷത്തിൽ ചിലപ്പോൾ ഈ കറുപ്പ് കളർ കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരിത് ഇടാൻ പഠിക്കുന്നത്. അപ്പം ഈ കറുപ്പ് നിറം നമുക്ക് വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് മാറ്റിയെടുക്കാൻ പറ്റും. പഞ്ചസാരയാണ് കേട്ടോ, നാച്ചുറൽ തേന്, അരിപ്പൊടിയാണ് കേട്ടോ, കോഫി പൗഡറാണ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രൂ ആണ്. ഇങ്ങനെ ഒരു ടീസ്പൂണോളം തേന് താണ്ട നല്ല രീതിയിൽ നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മുടെ ഈ ഒരു തേനും അതുപോലെ നമ്മുടെ കോഫി പൗഡറും തമ്മിലാവണം. 2 നുള്ള അരിപ്പൊടി മതി കേട്ടോ. നമ്മൾ കൈകൊണ്ട് തന്നെ 2 നുള്ളോളം അരിപ്പൊടി എടുത്ത് നമുക്ക് അതിനകത്തേക്ക് ഇടാം. ഇനി ഇതിനെ നമ്മൾ മിക്സ് ചെയ്യണം. ഈ ഒരു അളവിൽ നമ്മൾ പഞ്ചസാര ഒരു ടീസ്പൂൺ തന്നെ, പഞ്ചസാര മുഴുവനും അലിഞ്ഞു പോകുന്ന അത്രയും നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലാവർക്കും കറുപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ ഞാൻ തേച്ച് കാണിക്കാം കേട്ടോ. കുഴമ്പ് രൂപം ഇരിക്കുന്നുണ്ടോ, ഈ ഒരു കുഴമ്പ് രൂപമുള്ള സാധനം എടുത്ത് നമ്മൾ നമ്മുടെ ഒരു തുടയിടുക്കിലേക്കോ അല്ലെങ്കിൽ കക്ഷത്തിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കുക. പശ പോലെ നമ്മുടെ ഒട്ടിപ്പിടിച്ചങ്ങിരിക്കും. ഈ ഒരു പശ പോലെ ഇരിക്കുന്ന സാധനം നമ്മുടെ ഈ ഒരു കറുപ്പിനെ പതിയെ നമ്മളോട് നീക്കം ചെയ്യുകയും ചെയ്യും. ഒരാഴ്ച കേട്ടോ, മാക്സിമം ഒരാഴ്ച ചെയ്താൽ മതി. അങ്ങനെ തന്നെ നല്ല വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇത് എത്ര നേരം വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ, മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അരമണിക്കൂറിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ച് നമുക്കിതിനെ കഴുകി കളയാം.